ശേഷം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സോ ഈ ഒരു ബ്രേക്കിനിടയിൽ ഞാൻ ചെറിയൊരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ക്ലാസ്സസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാത്സിൻ്റെ ഡിഗ്രി ക്ലാസ്സസ് എൻ്റെ ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളത്. സോ ആ ഒരു വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ ഡിഗ്രി മാത്സ് ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, എങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങുന്നത്. സോ നമ്മൾ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 6th സെം ഫൈനൽ ഇയേഴ്സിൻ്റെ 6th സെം എക്സാം ഓൾറെഡി കഴിഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ 4th സെം എക്സാമും കഴിഞ്ഞു. സോ ഇനി ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇനി നടക്കാൻ ബാക്കിയുള്ള എക്സാംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സെക്കൻഡ് സെം എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാം ഫസ്റ്റ് ഇയേഴ്സ് മാത്രമല്ല എഴുതാൻ പോകുന്നത്. ആ എക്സാം ഇതിനു മുന്നേ മീൻസ് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നവരും തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് സപ്ലി എഴുതാൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം അതിനൊക്കെ ഈ ഒരു സെക്കൻഡ് സെം എക്സാമിന് വേണ്ടി പഠിക്കണം. അപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് പഠിത്തം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ലേ. ചൂട് ഒരു വഴിക്ക്, അതിൻ്റെ കൂടെ ഫ്രീ ടൈം അടുത്ത വഴിക്ക്, അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. സോ നമുക്ക് ആ ഒരു പഠിത്തം മീൻസ് ഡിഗ്രിയിലെ മാത്സിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ മാത്സ് എങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ജൂണിൽ സെക്കൻഡ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, എങ്കിൽ പോലും ജൂൺ ഒരു മിഡ് വീക്കോടെ നിങ്ങൾക്ക് എന്തായാലും എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുന്നേ നമുക്ക് മാത്സ് എത്ര നന്നായിട്ട് എത്ര കൂടുതലായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ ഒരു ഡിഗ്രി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൂരിഭാഗം കുട്ടികളും ഈ ഒരു ഡിഗ്രിക്ക് എത്തിക്കഴിയുമ്പോൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 നല്ല മാർക്ക് ഒരു 90% എബവ് ഒക്കെ മേടിച്ചു വന്ന കുട്ടികളായിരിക്കും ഈ ഒരു ഡിഗ്രിക്ക് മാത്സിന് ഫിസിക്സിനൊക്കെ അങ്ങനെ ഓരോ സബ്ജക്റ്റിന് ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അവർക്ക് എന്താ പറയുക, പഠിക്കണം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ല എന്നുള്ള ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ. സോ ആ ഒരു ചിന്ത അതെല്ലാം മാറ്റി ഇനി നമുക്ക് മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. മീൻസ് എല്ലാവരുടെയും മനസ്സിലൊരു സംഭവം ഇതെങ്ങനെയാണ്, ഞാൻ മാത്സ് ഒഴിവാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ്, പക്ഷെ മാത്സ് വന്നു, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ പഠിക്കത്തില്ല എന്നുള്ളൊരു തോട്ടാണ് എല്ലാവരുടെയും മൈൻഡിൽ. സോ ആ ഒരു തോട്ടെല്ലാം മാറ്റി വെച്ച് ഡിഗ്രിക്ക് മാത്സ് അത് കോർ ആയിക്കോട്ടെ കോംപ്ലിമെൻ്ററി ആയിക്കോട്ടെ, മീൻസ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറായിട്ട് മീൻസ് BSc മാത്തമാറ്റിക്സ് എടുത്തവർക്ക് കോർ സബ്ജക്റ്റ് ആയിട്ടാണ് മാത്സ് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, BCA, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ 6 സ്ട്രീമുകാർക്ക് കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് മാത്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സബ്ജക്റ്റിന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഒരു സബ്ജക്റ്റിന് സപ്ലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ എല്ലാ സബ്ജക്റ്റും ഒരുപോലെ നിങ്ങൾ പാസ്സാകണം. സോ നമുക്ക് മാത്സ് എങ്ങനെ ഈ സെക്കൻഡ് സെം എക്സാമിന് മാത്സ് നന്നായിട്ട് പഠിക്കാമെന്ന് നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇനി ഇതിൻ്റെ ഒരു പകുതി തൊട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് സിലബസ് തുടങ്ങാം. സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രീമുകാർക്ക് മീൻസ് കോഴ്സ് BSc മാത്തമാറ്റിക്സുകാർക്ക് BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ഇലക്ട്രോണിക്സ്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ഇവർക്കെല്ലാം മാത്തമാറ്റിക്സിന് ഒരു സിലബസ് ഉണ്ട്. പകുതി കുട്ടികൾക്കും ഈ ഒരു സിലബസ് എന്താണ് എന്നറിയത്തില്ല. എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അത് മാത്രം നോക്കുന്നു, പരീക്ഷയ്ക്ക് പോകുന്നു, ചിലത് എഴുതാൻ കിട്ടുന്നു, ചിലത് എഴുതാൻ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സിലബസ് ആദ്യം നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ സിലബസ് നോക്കിക്കഴിഞ്ഞ് അടുത്ത ക്ലാസ്സോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്ട്രീമുകാരുടെയും മീൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ BSc ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ BSc മാത്തമാറ്റിക്സിൻ്റെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, ഈ ഒരു പേപ്പറുകളുടെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു 2021 തൊട്ടിട്ടാണ് പുതിയ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു 2021 തൊട്ട് നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ മീൻസ് സമയത്തിനനുസരിച്ച്, നിങ്ങൾക്കറിയാം ജൂൺ മിഡ് വീക്കോടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു സമയത്തിനനുസരിച്ച് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും
എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു വേ ആണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഒരു 2 സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് നിങ്ങളുടെ സ്ട്രീമുകാരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. മീൻസ് പാസ് ആവാനുള്ള മാർക്ക്, അതിൻ്റെ അപ്പുറം A ഗ്രേഡ് അല്ലെങ്കിൽ A+ ഗ്രേഡിലേക്ക് എത്താനുള്ള ലെവൽ വരെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നേടിത്തരും. സോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ മുഴുവൻ ക്ലാസ്സുകൾ എടുത്ത് അങ്ങനെയല്ല, അതിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഇനിയിപ്പം ഈ സെക്കൻഡ് സെം എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. സപ്ലിമെൻ്ററി എക്സാം, അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾ. സപ്ലിമെൻ്ററി എക്സാമുകാർ എന്തായാലും നിങ്ങളിപ്പോൾ കാണുന്ന ഒരു കുട്ടി സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡിഗ്രി സെക്കൻഡ് സെം എക്സാം എഴുതാനായിട്ട്, അത് മീൻസ് ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർ, സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നവർ, ഇവർക്കെല്ലാവർക്കും, നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക. മാക്സിമം നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് സിലബസ് ഡിസ്കഷനിലേക്ക് പോവാം. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഓരോ പേപ്പർ വൈസ് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മീൻസ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, മനസ്സിലാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ. സോ അടുത്തതായിട്ട് നമ്മൾ ഡിഗ്രി മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ സിലബസ്, ഓരോ സ്ട്രീമുകാരുടെയും, കോറിൻ്റെയും കോംപ്ലിമെൻ്ററിക്കാരുടെയും സിലബസുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഏതാണോ സ്ട്രീം, നിങ്ങൾ BSc മാത്സ് ആണെങ്കിൽ അതിൻ്റെ സിലബസ് നോക്കുക. അതുപോലെ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCA, നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കുക. നിങ്ങൾ അത് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. കാരണം സിലബസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എത്രയൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് കോർ സബ്ജക്റ്റുകാരുടെ BSc മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തവരുടെ കോർ സബ്ജക്റ്റിൻ്റെ സിലബസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസ് 2019 മുതൽ നിലവിൽ വന്ന സിലബസ് ആണ്. സോ 2019 മുതൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള സിലബസ് ആണ് ഇതിൽ BSc മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തവർക്ക് 6 സെം, നിങ്ങൾക്കറിയാം ഡിഗ്രി 3 വർഷമാണ് മീൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 സെമസ്റ്ററാണ്. 6 സെമസ്റ്ററിനും ഓരോ പേപ്പറുകളാണ് മാത്തമാറ്റിക്സിനുള്ളത്. സോ അതിൻ്റെ ഓവറോൾ ഒരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെമ്മ് തൊട്ട് 6th സെമ്മ് വരെ ഉള്ള പേപ്പറുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ 2B02 ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക്, ആ ഒരു പേപ്പറിൻ്റെ സിലബസ് ആണ് നമ്മൾ സെക്കൻഡ് സെം കോർ സബ്ജക്റ്റ് മാത്തമാറ്റിക്സിൻ്റെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഇവാലുവേഷൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമിന്, മീൻസ് നിങ്ങൾ എക്സാം എഴുതുന്ന യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് വെയിറ്റേജ് 4ഉം, അതുപോലെ ഇൻറ്റേർണൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്, നിങ്ങളുടെ വൈവ, അങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വെയിറ്റേജ് 1ഉമാണ്. ഇനി കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, മീൻസ് നിങ്ങളുടെ C മാർക്ക് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ടെസ്റ്റ് പേപ്പറിന് എത്ര പെർസെൻറ്റേജ്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്, സെമിനാർ, വൈവ, വോസ്, അതിനൊക്കെ എത്ര പെർസെൻറ്റേജ്, മീൻസ് നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾക്ക് ഓരോ സെമ്മിലും മാത്തമാറ്റിക്സ് കോർ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളവർ, BSc മാത്തമാറ്റിക്സ് എടുത്തിട്ടുള്ളവർക്ക് മാത്തമാറ്റിക്സിന് 12 മാർക്കാണ് C മാർക്ക്. സോ അത് എങ്ങനെയാണ് ഫോർ ഈച്ച് കോഴ്സ് എങ്ങനെയാണ് കാര്യം കുട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇത് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഇനി അതുപോലെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂസ് ഓഫ് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ബിലോ 100 ഫങ്ഷൻസ് ദാറ്റ് ഈസ് അപ് ടു FX99 ഷാൽ ബി പെർമിറ്റഡ് ഫോർ ഓൾ ദ എബോവ് കോഴ്സസ്. അപ്പോൾ ഈ ഒരു BSc മാത്തമാറ്റിക്സുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ ഡീറ്റെയിൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് സെമ്മ് ഇൻ്റഗ്രൽ കാൽക്കുലസ് 2B02 MAT ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക്, ഇതാണ് നിങ്ങളുടെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ കോഴ്സ് ഔട്ട്കം ഒക്കെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മാത്രം മതി, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണിത്. മീൻസ് നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെ മാത്തമാറ്റിക്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കോഴ്സ് ഔട്ട്കം. കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന ഔട്ട്കം എന്താണ്, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സിലബസ്
സിലബസിലേക്ക് കിടക്കും. നിങ്ങളുടെ പേപ്പറിൻ്റെ പേര് 2B02 MAT ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക്ക്. അതിൽ തന്നെ നിങ്ങൾക്ക് 4 യൂണിറ്റുകളാണുള്ളത്. 4 യൂണിറ്റും ഓരോ യൂണിറ്റും ഓരോ ടെക്സ്റ്റ് ബുക്ക് മീൻസ് ചില യൂണിറ്റിന് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം, പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് റിഡക്ഷൻ ഫോർമുലയാണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് വരുന്നുണ്ട്, ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, ലോജിക് ആൻഡ് പ്രൂഫ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 യൂണിറ്റ് ഓരോ ടെക്സ്റ്റും 5 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിനെയും സിലബസ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഏത് ടെക്സ്റ്റാണ്, ടെക്സ്റ്റിൽ ഏത് സെക്ഷൻ ആണ് എന്നുള്ളത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് യൂണിറ്റ് 1 നോക്ക്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. അതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ എഴുതിയേക്കുന്നത്? സെക്ഷൻ 7.7 ഓഫ് ടെക്സ്റ്റ് 1. അപ്പോൾ നമ്മൾ ഏത് നോക്കണം? ടെക്സ്റ്റ് 1 ഏതാന്ന് നോക്കണം. ടെക്സ്റ്റ് 1 എന്ന് പറയുന്നത് തോമസ് കാൽക്കുലസിൻ്റെ 12th എഡിഷൻ ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന എഡിഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ, 12th എഡിഷൻ അല്ലെങ്കിൽ 2nd എഡിഷൻ, ആ എഡിഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പം വേറെ ടെക്സ്റ്റ് മീൻസ് ഒരു 12th എഡിഷൻ പറഞ്ഞിട്ടൊരു എന്താ പറയുക 11th എഡിഷനോ 13th എഡിഷനൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഏതാണോ എഡിഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കോളേജ് ലൈബ്രറിയിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് PDF-കളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. സോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സോ അങ്ങനെ ഓരോ സെക്ഷൻ ഏതൊക്കെ സെക്ഷൻ, ഇപ്പം അടുത്തത് റിഡക്ഷൻ ഫോർമുല തൊട്ട് താഴോക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് കൊസീക് റേസ് ടു NX വരെ ഉള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 2.8. അതെല്ലാം ഏത് ടെക്സ്റ്റിലെയാണ്? ഓഫ് ടെക്സ്റ്റ് 2 ആണ്. ടെക്സ്റ്റ് 2 അപ്പോൾ നമ്മൾ ഏതാന്ന് നോക്കണം. ടെക്സ്റ്റ് 2 എന്ന് പറയുന്നത് S നാരായണൻ്റെയും PK മിറ്റലിൻ്റെയും ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. സോ ആ ടെക്സ്റ്റ് എടുത്ത് നോക്കണം. അത് കഴിഞ്ഞ് യൂണിറ്റ് 2ലേക്ക് കയറുമ്പോഴത്തേനും മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്. അവിടെ നമുക്ക് ടെക്സ്റ്റ് 1 മാത്രമേ യൂസ് ആവുന്നുള്ളൂ. ടെക്സ്റ്റ് 1 എന്ന് പറയുന്നത് തോമസ് കാൽക്കുലസിന്റെ 12th എഡിഷൻ. ഇനി അതുപോലെ തന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്ന ടെക്സ്റ്റ് 3ലേക്ക് പോയി. ടെക്സ്റ്റ് 3 ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ആണ്. ടെക്സ്റ്റ് 3 എന്ന് പറയുന്നത് അയ്യങ്കാറിന്റെയും RK ജെയിന്റെയും മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, അതിൽ 2nd എഡിഷൻ ആണ്. ഇനി അടുത്തത് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് 4ഉം 5ഉം വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് 4ഉം 5 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മീൻസ് ബാർട്ടയുടെ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് 4th എഡിഷനും, അതുപോലെ തന്നെ സെറ്റ് തിയറി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഷോം സീരീസിൻ്റെ ടെക്സ്റ്റ് ആണ്. അതിൻ്റെ 2nd എഡിഷൻ നോക്കണം. സോ ഇതാണ് നിങ്ങളുടെ 2B02 MAT ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക്കിൻ്റെ സിലബസ്. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ റെഫറൻസുകൾ. ആ റെഫറൻസുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഇനി ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്ക് നിങ്ങൾക്ക് മാക്സിമം വരാം എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ എക്സാം എന്ന് പറയുന്ന 48 ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അവിടെ ചോയ്സുകൾ ഉണ്ടാവും. സോ ചോയ്സുകൾ എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ 79 മാർക്കിനുള്ള എക്സാം ഉണ്ട്. ആ 79 മാർക്കിൽ നിങ്ങൾക്ക് ആകെ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എത്രയേ ഉള്ളൂ? 48 മാർക്കിൻ്റെ ഉള്ളൂ. സോ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2B02 MATൻ്റെ 4 യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് 4th യൂണിറ്റ് ആണ്. 4th യൂണിറ്റ് നിങ്ങൾ മീൻസ് ഈ ഒരു ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഏറ്റവും എളുപ്പമുള്ള യൂണിറ്റ് ആണ് 4th യൂണിറ്റ്. സോ 4th യൂണിറ്റ് 24 മാർക്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന 2nd യൂണിറ്റ് 22. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം, 1-2 മാർക്കിന്റെ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണിത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പാർട്ടായിട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ടിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, രണ്ടാമത്തെ പാർട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പാർട്ട് 4 മാർക്ക് ക്വസ്റ്റ്യൻ, അതുപോലെ 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 6 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതുപോലെ 2 മാർക്കിൻ്റെ സെക്ഷനിൽ 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതുപോലെ മീൻസ് 8 എണ്ണത്തിൽ നിങ്ങൾക്ക് 11 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ തന്നെ 8 എണ്ണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ സെക്ഷനിൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓൾറെഡി 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഇനി 6 മാർക്കിൻ്റെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 4 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി എലക്റ്റീവ് കോഴ്സുകളായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളവർക്കാണ്. അത്
മീൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 6 സ്ട്രീമുകാർക്ക് മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്നുണ്ട്. അത് BSc ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BCA പ്രോഗ്രാംസ്. ഈ ഒരു പ്രോഗ്രാമുകൾക്കാണ് മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി എലക്റ്റീവ് കോഴ്സുകളായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം മാത്രമേ ഈ ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് മാത്തമാറ്റിക്സ് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ആ 4 സെമ്മിലെയും ഒരു ഓവറോൾ ഇവാലുവേഷനാണ് ഇപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന BSc ഫിസിക്സ് പ്രോഗ്രാമുകളുടെ, BSc കെമിസ്ട്രി പ്രോഗ്രാമുകളുടെ, BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമുകളുടെ. മീൻസ് നിങ്ങൾക്ക് എത്ര മണിക്കൂർ എക്സാം, എത്രയാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് വരുന്നത്, മീൻസ് ഒരു വീക്കിൽ എത്ര അവേഴ്സ് ക്ലാസ് ഉണ്ടാവും, അങ്ങനെ ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 4 സെമ്മിൻ്റെ ഓവറോൾ പറഞ്ഞിട്ടുണ്ട്, 6 പ്രോഗ്രാമുകളുടേത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പം ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 എക്സ്റ്റേണലിന് 4 വെയിറ്റേജും ഇന്റേണലിന് 1 വെയിറ്റേജുമാണ്. ഇനി ഇന്റേണൽ അസസ്മെന്റ് എങ്ങനെയാണോ എന്നുള്ളത്, ഇന്റേണൽ അസസ്മെന്റ് കോറുകാരുടെ പറഞ്ഞ പോലെയല്ല. നിങ്ങൾക്ക് 10 മാർക്കാണ് ടോട്ടൽ ഇന്റേണൽ മാർക്ക് വരുന്നത്. 10 മാർക്ക് വരുന്നതിൻ്റെ അകത്ത് തന്നെ 50% അസൈൻമെന്റ്, സെമിനാർ, വൈവോസ്, അതുപോലെ തന്നെ പിന്നെ 50% എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പറിനാണ്. അപ്പം അതിൻ്റെ റിമാർക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കുക. ഇനി അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, എങ്ങനെയുള്ള കാൽക്കുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മാത്തമാറ്റിക്സ് എക്സാമിനാണ്. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ ബാക്കിയുള്ള എക്സാമുകളുടെ എല്ലാം മാത്തമാറ്റിക്സ് എക്സാമുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഫിസിക്സുകാരുടെ സിലബസ് ആണ്. ഫിസിക്സുകാരുടെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ കണ്ട പോലെ തന്നെ ആദ്യം കോഴ്സ് ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. മീൻസ് നിങ്ങൾ ഈ ഒരു മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമ്മിൽ മാത്തമാറ്റിക്സ് ഇലക്ട്രിക് കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ള ഓവറോൾ ഔട്ട്കംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ സിലബസ്, മീൻസ് കോറുകാരുടെ പോലെ തന്നെ നിങ്ങൾക്കും 4 യൂണിറ്റ് ആണുള്ളത്. 4 യൂണിറ്റിൽ ഓൾറെഡി ഇവിടെ മീൻസ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഫസ്റ്റ് യൂണിറ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും ഇൻ്റഗ്രൽ കാൽക്കുലസ്. ഇൻ്റഗ്രൽ കാൽക്കുലസിൽ സെക്കൻഡ് യൂണിറ്റിൽ ഇൻ്റഗ്രേഷൻ ബൈ സക്സസീവ് റിഡക്ഷൻ ആണ്. തേർഡ് യൂണിറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അതുപോലെ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്രയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, +2 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു യൂണിറ്റ് 2 നിങ്ങൾക്ക് ഇവിടെ ഒരു വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ക്വിക്ക് റിവ്യൂ പോർഷൻ. ആ ക്വിക്ക് റിവ്യൂ പോർഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ഇൻ ദി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസ് ഫ്രം ദി എബോവ് സെക്ഷൻസ് ഫോർ ക്വിക്ക് റിവ്യൂ. അപ്പം എൻഡ് സെമസ്റ്റർ എക്സാമിന് ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും എക്സാമിൻ്റെ ആ ഒരു ഈസിനെസ്, എളുപ്പമാകുന്ന വെച്ചിട്ട് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മീൻസ് സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ക്വിക്ക് റിവ്യൂ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. മീൻസ് ഈ ക്വിക്ക് റിവ്യൂ അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഇൻ്റഗ്രേഷൻ ബൈ റിഡക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വിക്ക് റിവ്യൂവും ഒഴിവാക്കാതെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ ഓരോ സെക്ഷൻസ്, ഏതൊക്കെ ടെക്സ്റ്റുകളാണ്, ഏതൊക്കെ സെക്ഷൻ ടെക്സ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റിൻ്റെ കൂടെ അതിൻ്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 41st എഡിഷൻ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ സെക്കൻഡ് യൂണിറ്റിൻ്റെത് തോമസ് കാൽക്കുലസ് ആണ്. തേർഡ് യൂണിറ്റ് അതുപോലെ തന്നെ ശാന്തി നാരായണൻ്റെയും PK മിറ്റലിൻ്റെയും ഇൻ്റഗ്രൽ കാൽക്കുലസ് ടെക്സ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ സെക്ഷൻസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് 3 അതുപോലെ തന്നെ തോമസ് കാൽക്കുലസ് 12th എഡിഷൻ ടെക്സ്റ്റ് ആണ്. ഇനി യൂണിറ്റ് 4 41st എഡിഷൻ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുകയാണെങ്കിൽ എളുപ്പമാണ്. കുറേയധികം കുട്ടികൾക്ക് അതിൻ്റെ PDF അവൈലബിൾ ആണ്. സോ ആ PDF വെച്ച് നിങ്ങൾ നോക്കുക. ഇനി അതിൻ്റെ മാർക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 4ാമത്തെ യൂണിറ്റിനാണ്. പിന്നെ ബാക്കി 3 എണ്ണത്തിനും ഒരുപോലെയാണ്. അതുപോലെ കോർ സബ്ജക്റ്റിൻ്റെ പോലെയല്ല, നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 40 ആണ്. 40 മാർക്കിലാണ് എക്സാം. 66 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അതിൽ 40 മാർക്കിന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ്. മീൻസ് പാർട്ട് A, B, C, D ഓരോന്നിലും മീൻസ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യുക, 1 മാർക്ക് ഒരെണ്ണത്തിന്. ഇനി രണ്ടാമത്തെ പാർട്ട് ഷോർട്ട് എസ്സേ ടൈപ്പ് ആണ്. 11 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 7 എണ്ണം അറ്റൻഡ് ചെയ്യുക, ഒരെണ്ണത്തിന് 2 മാർക്ക്. മൂന്നാമത്തെ പാർട്ട് C എസ്സേ പാർട്ടാണ്. അതിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ 1 ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ഇനി ലോങ് എസ്സേ പാർട്ട് D എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. 2 എണ്ണം അറ്റൻഡ് ചെയ്യണം.
ഒരെണ്ണത്തിന് 5 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 40 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇനി കോംപ്ലിമെന്ററിക്കാർക്ക് എല്ലാം ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് കെമിസ്ട്രിയുടെയാണ്. കെമിസ്ട്രിയുടെ ഇതുപോലെ കോഴ്സ് ഔട്ട്കംസ് വരുന്നുണ്ട്. കോഴ്സ് ഔട്ട്കംസ് നോക്കുക, നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇനി അതുപോലെ സിലബസ് 4 യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഏകദേശം ഒരു സെയിം, ചില ഭാഗങ്ങൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ചില യൂണിറ്റ്, ചില സെക്ഷൻസ്, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓവറോൾ ഒരു സെയിം സിലബസ് എന്നുള്ള രീതിയിലാണ് ഫിസിക്സ് കെമിസ്ട്രി സെക്കൻഡ് സെമ്മിൽ വരുന്നത്. സോ അത് നിങ്ങൾ നോക്കുക. സിലബസ് ഓരോ ടെക്സ്റ്റ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിലബസ് ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ലീനിയർ ഓൾജിബ്ര, ലാസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മീൻസ് മാർക്സിൻ്റെ കേസ് വരുന്നത്. അവിടെ 4 യൂണിറ്റ്, അതിൽ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് മീൻസ് കൂടുതൽ അഗ്രിഗേറ്റ് മാർക്സ് വരുന്നത്, വെയിറ്റേജ് വരുന്നത് 3ാമത്തെ യൂണിറ്റിനാണ്. 3ാമത്തെ യൂണിറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റും സെക്കൻഡും, അത് കഴിഞ്ഞിട്ടാണ് 4th യൂണിറ്റ്. നിങ്ങൾ ഇങ്ങനെ വെയിറ്റേജ് നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ മീൻസ് എങ്ങനെയുള്ള സെക്ഷനാണ്, എത്രയൊക്കെ മാർക്കിൻ്റെ സെക്ഷനാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇതുപോലെ തന്നെ കോഴ്സ് ഔട്ട്കംസ്, പിന്നെ സിലബസുകൾ വരുന്നുണ്ട്. എത്ര യൂണിറ്റ് ടോട്ടൽ നിങ്ങൾക്ക് 4 യൂണിറ്റ് വരുന്നുണ്ട്. 4 യൂണിറ്റ് സിലബസ്, സെക്ഷൻസ്, ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് റെഫറൻസ് ജസ്റ്റ് അത് ആ ഒരു റെഫറൻസിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അഗ്രിഗേറ്റ് മാർക്സ് എത്രയൊക്കെ മാർക്കിനുള്ളത് വരാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 3ാമത്തെ യൂണിറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റും സെക്കൻഡും യൂണിറ്റ്, പിന്നെ 4th യൂണിറ്റ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പാറ്റേൺ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെൻ്ററി ഇലക്ടീവ് കോഴ്സ് ഇലക്ട്രോണിക്സുകാരുടേതാണ്. അതിൻ്റെ കോഴ്സ് ഔട്ട്കംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കോഴ്സ് ഇലക്ട്രോണിക്സ് 2, അതിൻ്റെ മെയിൻ സിലബസ് 2Z02 MAT EL ആണ് അവരുടെ പേപ്പർ കോഡ്. പേപ്പറിൻ്റെ പേര് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രോണിക്സ് 2. ഇവർക്ക് ടോട്ടൽ ഉള്ളത് 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുവരെ പറഞ്ഞ പോലെയല്ല, കുറച്ചധികം മീൻസ് ഇതുവരെ പറഞ്ഞ 3 ആൾക്കാരുടെ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇവരുടെ സിലബസ്. ആ ഒരു സിലബസ് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അഗ്രിഗേറ്റ് മാർക്സ് വരുന്നുണ്ട് 4 യൂണിറ്റിൻ്റെതും, അത് നോക്കുക ഈ ഒരു കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സ് ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിലബസ് ഇവർക്കും ഇതുപോലെ തന്നെ 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് നോക്കുക നിങ്ങൾ. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ഇച്ചിരി വലുതാണ്. മീൻസ് ഫിസിക്സ് കെമിസ്ട്രിക്കാരുടെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇൻ്റഗ്രൽ ആണ് വരുന്നത്. 3ാമത്തെ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ്. അവരുടെ അഗ്രിഗേറ്റ് മാർക്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സെക്കൻഡ് യൂണിറ്റിനാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റും 3rd യൂണിറ്റ്, പിന്നെ 4th യൂണിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ട്. പിന്നെ BCA ആണ്. BCA സെക്കൻഡ് സെമ്മിൻ്റെ കോഴ്സ് ഔട്ട്കംസ് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് സിലബസ് കയറുമ്പം ഇതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിക്കാരുടെ പോലെ തന്നെ മീൻസ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷനിലേക്കാണ് പോകുന്നത്. 4 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. സിലബസ് നോക്കുക, മീൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് നോക്കുക, സെക്ഷൻ നോക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കവർ ചെയ്ത് പോവുക കേട്ടോ. ഇത് നോക്കുക. ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഏത് പാഠത്തിൽ നിന്നുള്ളതാണെന്ന് ഞാൻ പറയും. ഓരോ പാഠത്തിൽ നിന്നും എത്ര വെയിറ്റേജിന് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇനി വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആ ഒരു വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക, ഓരോ സ്ട്രീമുകാരുടേതും. സോ അതിൻ്റെ അഗ്രിഗേറ്റ് മാർക്സ് BCAക്കാരുടെ അഗ്രിഗേറ്റ് മാർക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 4ാമത്തെ യൂണിറ്റിനാണ്. പിന്നെ ആദ്യത്തെ 3 എണ്ണത്തിനും ഒരുപോലെ ടോട്ടൽ 40 മാർക്കിന് എക്സാം. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ സ്ട്രീമുകാരുടെയും മാത്തമാറ്റിക്സ് ഡിഗ്രി പഠിക്കുന്ന അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്തമാറ്റിക്സ് ഉള്ളവരുടെ സിലബസ്, ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സെമ്മ് എന്താ പറയുക, നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാവുക എന്ന് പറയാം കേട്ടോ. അപ്പം ഇനി അടുത്ത ഓരോ സെമ്മിനും ഇതുപോലെ സിലബസ് ഉണ്ട്. നമുക്കിപ്പം എക്സാം ഉള്ളത് സെക്കൻഡ് സെമ്മാണ്. സോ സെക്കൻഡ് സെമ്മിൻ്റെ നമ്മൾ നോക്കുന്നു. സെക്കൻഡ് സെമ്മ് ഇപ്പം ഫ്രഷ് ആയിട്ട് എഴുതുന്നവർ, മീൻസ് സെക്കൻഡ് ഇയർ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച് സെക്കൻഡ് സെം എക്സാം എഴുതാൻ പോകുന്നവർ, അതുപോലെ തേർഡ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിക്കുന്നവർ, മീൻസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആയിട്ടും സപ്ലിമെൻ്ററി എക്സാം ആയിട്ടും സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം എഴുതാൻ പോകുന്നവർ എല്ലാവരും ഈ ഒരു വീഡിയോ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് എക്സാം കുറച്ചും കൂടി എളുപ്പമാക്കാം.